തങ്കമണി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ദിലീപിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയ തങ്കമണിയുടെ 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെയാണ്. കേരളത്തിൽ നിന്നും ആദ്യ ദിവസം 95 ലക്ഷം കളക്ഷൻ മാത്രം നേടിയെടുത്ത സിനിമയ്ക്ക് രണ്ടാം ദിവസം 50 ലക്ഷത്തിൽ താഴെയാണ് കളക്ഷൻ. അങ്ങനെ ആകെ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 1,40 ലക്ഷം കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓവർസീസ് ഒരു ഫിഗേഴ്സും നിലവിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 25 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ ദിലീപ് സിനിമയ്ക്ക് ഒട്ടും തന്നെ മികച്ച തുടക്കം തിയേറ്ററുകളിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ശനിയാഴ്ചത്തെയും നാളെ ഞായറാഴ്ചത്തെയും കളക്ഷൻ വളരെ നിർണായകമാണ്. കാത്തിരിക്കൂ അത് കൃത്യമായിട്ട് അറിയാനായിട്ട്. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് അജയ് ദേവ്ഗൺ നായകനെ എത്തിയ ഷെയ്ത്താൻ. പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു ഒരു ഗുജറാത്തി സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഷെയ്ത്താൻ ആദ്യ ദിവസം തന്നെ നേടിയെടുത്തത്. സിനിമയുടെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 15 കോടി 21 ലക്ഷം നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ലോകമെമ്പാട് നിന്നും ആദ്യ ദിവസം 21 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മികച്ച തുടക്കം ഈ ഹിന്ദി സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 60 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. കാത്തിരിക്കൂ വരും ദിവസങ്ങളിലെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് ഗാമി. ആദ്യ ദിവസം തന്നെ ആവറേജ് അതിന് മുകളിലെ പോസിറ്റീവ് വരെയുള്ള അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് മികച്ചൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 9 കോടി 7 ലക്ഷമാണ് ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം ആദ്യ ദിവസം സിനിമ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുന്നത്. 30 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് 25 കോടി രൂപയ്ക്കാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. 50 കോടി സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്താൽ തിയേറ്ററുകളിൽ വിജയിക്കുന്നതാണ്. പ്രേമലുവിന്റെ തെലുഗു ഡബ് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നല്ലോ. മികച്ചൊരു റെസ്പോൺസ് തന്നെയാണ് സിനിമയുടെ തെലുഗു ഡബ് വെർഷൻ നേടിയെടുത്തത്. പക്ഷേ അവിടുത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ യഥാർത്ഥ കളക്ഷൻ ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ 3 ദിവസത്തെ കളക്ഷൻ ആയിരിക്കും കൃത്യമായിട്ട് പുറത്തു വരിക. അതറിയാനായിട്ട് കാത്തിരിക്കൂ. സിനിമയുടെ കേരള വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ വന്നതോടെ 29 ദിവസങ്ങൾ കൊണ്ട് 93 കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് ഗ്രോസ് കളക്ഷനിലേക്ക് പ്രേമലു എത്തപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ 50 കോടി കളക്ഷനിലേക്ക് എത്തപ്പെട്ട സിനിമ അങ്ങനെ 100 കോടി ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ 100 കോടി കടന്ന വാർത്ത കേൾക്കുവാനായിട്ട്. അവസാനത്തെ റിപ്പോർട്ട് തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിൻ്റെതാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 130 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വെറും 15 ദിവസങ്ങൾ കൊണ്ടാണ് 130 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട് കളക്ഷൻ 28 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ കേരള കളക്ഷൻ 42 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും സിനിമയുടെ കൃത്യമായ 15 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ പുറത്തു വന്നിട്ടില്ല. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.